എന്നാ ശരി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അയ്യോ, ഇവക്കുട്ടി ഇൻട്രോ ഒക്കെ അടിപൊളിയായിട്ട് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ കുട്ടി വ്ളോഗർ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് അപ്പൊ ഞങ്ങള് ഇവക്കുട്ടി ആദ്യമായിട്ടോ സൂവിൽ പോകാൻ പോകുന്നേ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ ഞങ്ങള് എന്താ ചെയ്യാൻ പോകുന്ന ഇവു, നമ്മള് ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മള് സൂ വിസിറ്റ് ചെയ്യാൻ പോവാണ്. ആൻഡ് ആദ്യക്കുട്ടി ഞങ്ങള് പറഞ്ഞു. അപ്പൊ ഞാനും എന്റെ സിസ്റ്ററും അവളുടെ ഹസ്ബൻഡും പിന്നെ നമ്മുടെ 2 കുഞ്ഞു കുട്ടികളുമായിട്ട് ഞങ്ങൾ ഇന്ന് സൂ വിസിറ്റ് ചെയ്യാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി ടൈമൊക്കെ ആയി കേട്ടോ, ഇതുവരെയായിട്ട് അവരെ കണ്ടില്ല. ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവിടെ പോകുന്ന വഴിക്കുള്ള കുറെ ക്ലിപ്പിംഗ്സും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. അതെ, നമ്മൾ എല്ലാ ആനിമൽസിനെയും കാണാൻ പോവാണ്. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളായിരിക്കും ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പൊ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ഞങ്ങളിതേ ഇറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അവർ ഓൺ ദ വേ ആണ് ഇങ്ങോട്ടേക്ക്. ഇപ്പൊ ഏകദേശം സമയം ഒരു 4:15 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിതേ അവരെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുക കേട്ടോ. എന്തോ ഇവ ഇതെന്താ പേടിയാവുന്നുണ്ടോ? ഉണ്ടാതെ കിടന്നിട്ട് വാ തുറക്കും കേട്ടോ. നമ്മൾ അത്യാവശ്യം താമസിച്ചാണ് സൂവിലെത്തിയത്. അത്യാവശ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താമസിച്ചാണ് സൂവിലെത്തിയത്. നോർമലി സൂവിലെ വിസിറ്റിംഗ് ടൈം വന്നിട്ട് മോർണിംഗ് എനിക്ക് തോന്നുന്നു 10 മണി തൊട്ട് ഒരു ഉച്ച സമയം വരെയും, അത് കഴിഞ്ഞിട്ട് പിന്നെ 3 മണി തൊട്ട് 5 മണി വരെയാണ്. പക്ഷേ നമ്മൾ 5 മണിക്കാണ് അവിടെ എത്തിയത്. അപ്പോൾ എത്തിയിട്ട് 1 മണിക്കൂർ കൊണ്ട് ഓടി നടന്ന് കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും ഞങ്ങൾ ഓടി നടന്നിട്ടായാലും ഒരുവിധം കണ്ടു, മൊത്തം ഓടി നടന്ന് കണ്ടു. ഇവക്കുട്ടി പക്ഷേ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇവക്കുട്ടി നമ്മുടെ മെയിൻ അജണ്ട വന്നിട്ട് കുഞ്ഞുങ്ങളെ 2 പേരെയും ഇത് കാണിക്കണം എന്നായിരുന്നു. ആക്ച്വലി ഞങ്ങൾക്ക് 3 പേർക്കും അങ്ങനെ സൂ വിസിറ്റ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാളിലൊക്കെ ഒത്തിരി പോയി മടുത്തൊരു സ്ഥലമാണ്. സത്യത്തിൽ ഇത്രയും നടക്കാനുള്ളത് കാരണം അവിടെ പോകുന്നത് തന്നെ തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ബട്ട് സ്റ്റിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. പണ്ടത്തെ അപേക്ഷിച്ച് ആനിമൽസ് തീരെ ഇല്ലായിരുന്നു കേട്ടോ. എന്താ കാരണം എന്നറിയത്തില്ല. നോർമലി നമുക്കവിടെ ഒരുപാട് ആനിമൽസിനെ കാണാൻ കഴിയും. പക്ഷേ ഇപ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും നമ്മുടെ എപ്പോഴും കാണാൻ പറ്റുന്ന സീബ്ര, ജിറാഫ്, ആനയൊന്നും നമുക്കവിടെ കാണാനേ കഴിഞ്ഞില്ല. അത് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിറങ്ങുമായിരുന്നു. ഹൈന 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 കണ്ടോ ഇവു ഹൈനനെ? ഇഷ്ടമായി?
ഇഷ്ടമായോ? ഇവക്കുട്ടിക്ക് ആകെ വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുടിയുള്ള ലയണിനെ കാണാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു. ബിക്കോസ് അവിടെ സിംഹം ഉറങ്ങുന്ന സമയമായിരുന്നു കേട്ടോ. അത് കാരണം അവന് കാണാൻ പറ്റില്ല. അത് അവന് ഭയങ്കര സങ്കടമായിരുന്നു. അത് തന്നെ പറയുന്നുണ്ടായിരുന്നു തിരികെ വീട്ടിലെത്തുന്നിടം വരെ. അമ്മ പറഞ്ഞില്ല ഈ എമീന്റെ കഥ, അതാണ് എമി ഒസ്റ്റിച്ച്. അങ്ങനെ നമ്മൾ സൂ ഒക്കെ വിസിറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് തിരികെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ മ്യൂസിയം മണ്ഡപത്തിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ. അവിടെ ഭയങ്കര രസമാണ്, ഭയങ്കര ഗ്രീനറി ആയത് കാരണം നമുക്ക് ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ചുമ്മാ ചെന്ന് നമുക്കിങ്ങനെ ഇരിക്കാനും അവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ആൾക്കാരാണ് ഈ ഈവനിങ് വാക്കിനായിട്ട് വരുന്നത്. വന്നിട്ട് കുറച്ച് നേരം കാമായിട്ട് വന്ന് ഇരിക്കാനും ഒക്കെ ചൂസ് ചെയ്യുന്ന ഒരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് ആദൂനും ഇവൂനൊക്കെ ഒരു ചെറിയ സ്നാക്കൊക്കെ കൊടുത്ത് ഞങ്ങളവിടെ ഹാപ്പി ആയിട്ടിരിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവക്കുട്ടിക്ക് അവിടെ ഇരുന്നപ്പോഴത്തേക്കും ശരിയാവുന്നില്ല. പിന്നെ കുറച്ച് നേരം പോയി കളി ബഹളമൊക്കെ ആയിരുന്നു. ഞങ്ങൾ അധിക നേരം ഇരുന്നപ്പോഴത്തേക്കും അവിടെ പിന്നെ ആ മണ്ഡപത്തിന് ചുറ്റും ലൈറ്റ്സ് ഒക്കെ ഇട്ടു. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചെറിയ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ചു ഫുഡ് അടിക്കാനുള്ള സ്ഥലം തേടിയുള്ള യാത്രയായിരുന്നു. നേരെ ഞങ്ങൾ വിട്ടത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു തട്ടുകടയിലാണ് കേട്ടോ. ഒരു അഡാർ തട്ടുകട എന്നുള്ളൊരു തട്ടുകടയിലാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് അവരുടെ സ്ഥലം വേറെയായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഓപ്ഷൻസ് നമുക്ക് അവിടെ കിട്ടും. അവിടെ ഞങ്ങൾ അന്ന് ചെന്നപ്പോഴത്തേക്കും എനിക്കറിയില്ല എന്തോരം വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. മീൻ, ചിക്കൻ, ബീഫ്, ഇതിൻ്റെ എല്ലാം വെറൈറ്റി സംഭവങ്ങളുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ കഴിച്ചത് പുട്ടും ചിക്കൻ പെരട്ടുമായിരുന്നു. അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത പൈനാപ്പിൾ കുലുക്കി സർബത്തും കൂടി കുടിച്ചപ്പോൾ ദൈവമേ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് രുചിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇവക്കുട്ടി ചിക്കൻ ഫ്രൈയും പൊറോട്ടയായിരുന്നു. ബാക്കിയുള്ളവർ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അച്ഛനും അമ്മയ്ക്കുള്ള പാഴ്സലൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. കുറച്ച് നേരം ആദൂട്ടിയായിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു കേട്ടോ. അവൻ്റെ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇവക്കുട്ടി വീടെത്താറായപ്പോഴത്തേക്കും അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയൻ ചേട്ടനെ ഉണർത്താനുള്ള തത്രപ്പാടും ബഹളമൊക്കെ ആയിരുന്നു അവിടെ കിടന്ന് കാണിച്ചിട്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു ദിവസം, എന്താ പറയുക, നല്ലൊരു യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഹാപ്പി ആയിട്ട് വീട്ടിലെത്തി. കുറച്ച് അധികം സമയം വീട്ടുകാരൊക്കെ ആയിട്ട് ചിലവഴിച്ച് അങ്ങനെ ആ ഒരു ദിവസം ഞങ്ങൾ എൻഡ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.